നമുക്കൊരു അപകടം പറ്റിയാൽ നമ്മളെ ആദ്യം രക്ഷിക്കാനെത്തുക നമ്മുടെ രക്ഷിതാക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഫയർഫോഴ്സ് അംഗങ്ങളാണ് നമ്മളുടെ രക്ഷാപ്രവർത്തനത്തിലെത്തുന്നത്. ആ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് അവർക്കുള്ളത്, ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയാം. സാറേ, എന്താണ് ഫയർഫോഴ്സ്, എങ്ങനെയാണ് ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം? ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് വേഗം എത്തിച്ചേർന്നിട്ട് അവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക. പൊതുവെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള അപകടങ്ങളിലും അപകട സ്ഥലത്തും ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമായി വരാറുണ്ട്. നമ്മളത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്തു തരാറുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന കുറേ ഞങ്ങളുടെ പണിയായുധങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഏറ്റവും അത്യാധുനികമായ 2 ഉപകരണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റോബോട്ട് ആണ്, ഫയർ ഫൈറ്റിംഗ് റോബോട്ടാണ്. തീപിടുത്ത സമയത്ത് വലിയ തീകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് മനുഷ്യന് നേരിട്ട് അടുത്ത് ചെന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട്, റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള റോബോട്ടാണ് അത്. തീയുടെ ഏറ്റവും അടുത്ത് ചെന്ന് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്ന റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ROV എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, വെള്ളത്തിനടിയിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും അകപ്പെടുകയോ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നേരെ മുങ്ങിപ്പോയി നമ്മൾ ആളെ കണ്ടെത്തണം. എന്നാൽ അതിന് പകരം ഇപ്പോൾ ഈ ROV ഉണ്ട് എങ്കിൽ നമ്മൾ വെള്ളത്തിനകത്ത് ഉപയോഗിക്കാവുന്ന ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഡ്രോൺ ക്യാമറയൊക്കെ വെച്ച് പോകുന്നതിന് വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രോൺ ക്യാമറയാണ് അത്. ആ ക്യാമറ ഉപയോഗിച്ച് വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ ഓബ്ജക്റ്റിനെ കണ്ടെത്തിയതിന് ശേഷം മാത്രം വെള്ളത്തിൽ മുങ്ങി എടുത്താൽ മതി എന്നുള്ളൊരു സാധനം. അതാണ് 2 ഏറ്റവും നല്ല പുതിയ ഉപകരണങ്ങളുള്ളത്. സാറേ, എന്താണ് ഈ ബർമ ബ്രിഡ്ജ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം? നമുക്ക് ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, പാലങ്ങളോ അല്ലെങ്കിൽ റോഡുകളോ ഒക്കെ ഒലിച്ചു പോയ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ആളുകളെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ റോപ്പുകൾ മാത്രം ഉപയോഗിച്ച് കെട്ടുന്നതാണ്. നമുക്ക് 2 ചെറിയ പൈപ്പുകളോ അല്ലെങ്കിൽ 2-3 ആങ്കറുകളോ ഒക്കെ മാത്രം ആവശ്യം വരുള്ളൂ. ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് സമയം കെട്ടിയെടുക്കാനായിട്ട് സമയം എടുക്കും. അപ്പോൾ വയനാട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം അവിടെ നമുക്ക് പെട്ടെന്ന് ആളുകളെ കയറി എത്തിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്റ്റൻഷൻ ലാഡർ കവുങ്ങളൊക്കെ ചേർത്ത് കെട്ടി അങ്ങനെയാണ് 600-ഓളം പേരെ നമ്മൾ വയനാട് രക്ഷിച്ചുപുറത്ത് കൊണ്ടുവന്നത്. അവിടെ നമ്മൾ ഉപയോഗിച്ച രീതിയാണ് ഈ കാണുന്ന ടയറോളിൻ ട്രാവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ താഴെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് 2-3 റോപ്പുകൾ വലിച്ച് കെട്ടിയാൽ ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ഇതുപോലെ റോപ്പുകൾ ക്ലൗച്ച് ഉപയോഗിച്ച് കെട്ടിയെടുക്കേണ്ട ഒരു സമയം ആവശ്യം വരും എന്നുള്ളതാണ്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ആണ് ആദ്യമായിട്ട് ബർമയിൽ ഇങ്ങനൊരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അത് ബർമ ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ട്? നമ്മുടെ അഭിമാനമുള്ള ഫയർഫോഴ്സ് എന്ന് പറയണത് ഇവരെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റിയത് വയനാടിൻ്റെയൊക്കെ ആ ഒരു അവസ്ഥയിൽ ഇവരുടെ സഹായമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. കാരണം ഇവരെ അത് മറക്കാൻ പറ്റൂല. ഇപ്പോൾ ഒരു ആശാ വർക്കർ എന്ന നിലയിൽ എനിക്ക് അവരെ കുറച്ച് ഓർക്കുമ്പോൾ നല്ലൊരു ഇതാണ്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്കതൊരു എക്സ്പീരിയൻസ് കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. എന്താണ് നല്ലതാ. ആദ്യം പിന്നെ തോന്നിയില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യം കയറിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഒത്തിരി, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഏത് അപകടവേളയിലും നമ്മളെ രക്ഷിക്കുന്ന മാലാഖമാരാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ. ഈ ഫയർഫോഴ്സിനെ അടുത്തറിയുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഈ മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ സന്തോഷ് ചേകവർക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി.